തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ രണ്ടാമതും നോക്കുകയാണ്. വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ, ചെറുപ്പക്കാരാ, ഖുർആൻ ഓതുന്നു മോനെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയത്ത് അസ്റായിൽ റൂഹ് പിടിക്കാമെന്നപ്പോ ഖുർആൻ ഓതി. ചെറുപ്പക്കാരാ, ഉമ്മമാരെ, ഖുർആൻ ഓതുന്നു പെങ്ങള്. ഏതായത്തെന്നറിയോ? സാധാരണ ആയത്തല്ല പാരായണം ചെയ്യുന്നത്. അവിടെ നിന്ന് ഓതിയ ആയത്തേതാ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുകയാ, തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഫാത്തിമ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. ഫാത്തിമ മുഖത്തേക്ക് തുണിയെടുത്തിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അനക്കമില്ല, റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ ഓടുകയാണ്. വാതിൽ തുറന്ന് വീടിന്റെ റൂമിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമെന്നറിയുമോ? ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങും മാറ്റുമ്പോ എന്തൊരു പ്രകാശമാ! അല്ലാഹ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും അറിഞ്ഞടോ. എല്ലാവരും ഓടി വന്നു. പടച്ചവനെ അവസാനം കണ്ടവര് പറയുന്നു, എന്തു മരണമാ. എല്ലാവരും വല്ലാത്ത അത്ഭുതം പറയുകയാണ്. അവസാനം അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, മയ്യത്ത് നിസ്കരിച്ചു, ഖബറിലേക്ക് ഇറക്കി വെച്ചു. എല്ലാവരും മണ്ണിട്ട് മൂടിക്കഴിയുമ്പോ ഒരാളും പോകുന്നില്ല. വാപ്പാ, പടച്ചവരേ, ഒരു നാട് മുഴുവനും മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ഒരാള് പോലും തിരിച്ചു പോകുന്നില്ല. എല്ലാവരും പള്ളിയിൽ തന്നെ നിൽക്കുകയാണ്. എന്താ പറയുന്നതെന്നറിയോ? നല്ല മരണമാണ് കൊടുത്തത്. അസ്റായിലിനോട് സലാം പറഞ്ഞു. എന്തൊരു സുഗന്ധമായിരുന്നു! മയ്യത്ത് കുളിപ്പിച്ചവരും മയ്യത്ത് പൊതിഞ്ഞവരും മയ്യത്ത് ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. കേട്ടവർക്ക് അത്ഭുതമായി. അങ്ങനെ എല്ലാവരും കൂടെ ആ പള്ളിപ്പറമ്പിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. രണ്ടാമത് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാ, നീ വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ, നീ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാണ്. സങ്കടപ്പെടുത്താനല്ല, വേദനിപ്പിക്കാനല്ല, ഒരേ ഒരു കാര്യം ചോദിക്കാറ്. ഈ നാട്ടുകാർ മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്കൊരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഞങ്ങൾക്കൊരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ. നിന്നോട് തന്നെ പറഞ്ഞു ഫാത്തിമ, വൽആഖിബതു ലിൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം കൊടുക്കുന്നതെന്ന് മരണസമയത്ത് പോലും നിന്നോട് വിളിച്ചു പറഞ്ഞു ഫാത്തിമ. എന്തൊരു പ്രകാശമായിരുന്നു,
എന്തൊരു പുഞ്ചിരിയായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. എവിടെ നിന്നായി ജനം വന്നതെന്നറിയില്ല ഫാത്തിമ. അതുകൊണ്ട് ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചതുപോലെ ഞങ്ങൾക്കും മരിക്കണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? എന്ത് നന്മ ചെയ്തിട്ടാണ് അള്ളാഹു ഇത്രയും നല്ല ഒരു മരണം കൊടുത്തതെന്ന് നാട്ടുകാർ മുഴുവനും ജനാസ ഖബറിലിറക്കി വെച്ചിട്ട് വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചപ്പോ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. പിന്നെ എൻ്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് ചെയ്ത ഒരേ ഒരു നന്മയേ ഉള്ളൂ. ആ നന്മ എന്തെന്നറിയോ? ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദന അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹനെ വല്ലാത്ത പേടിയാ പെങ്ങള്. ഉപ്പമാരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. റുബമാ യദ്കുറുല്ലാഹ ഫില്ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹാ. ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് മണിയറയ്ക്കകത്തിരുന്ന് തമാശ പറയുമ്പോ അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസും ഭാര്യയും സംസാരിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു, അല്ലാഹുടെ പേര് പറഞ്ഞു. നരകമല്ല, ഖബറല്ല, മരണമല്ല, മസ്റയല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എൻ്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. വെളുപ്പാങ്കാലം വരെ ഇരുന്നു കരഞ്ഞു എന്ന് പറയുമ്പോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറഞ്ഞ കരയുമടോ, അല്ലാഹ് എന്ന് പറഞ്ഞ കൈകാലുകൾ വിറയ്ക്കുകയാണ്, ഹൃദയങ്ങൾ കിടുങ്ങുകയാണ്. പടച്ചവരെ, അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോടാ ചെറുപ്പക്കാരാ പെങ്ങളെ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രിയിൽ നടന്നു പോയപ്പോ ഉമ്മ മകളോട് പറഞ്ഞു, പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ, പാപവാ ഉമ്മ, വഞ്ചനയാ ഉമ്മ, ഇത് ചതിയാ ഉമ്മ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ പെണ്ണെ പാലിൽ വെള്ളം കലർത്തു. ഉമ്മ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ നമ്മളെ വെറുതെ വിടത്തില്ല ഉമ്മ. മോളെ, ഉമർ ഉറങ്ങുകയാ, ഉമർ അറിയില്ല. പാലിൽ വെള്ളമൊഴിക്കാൻ പറഞ്ഞപ്പോ ഉമ്മ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഉമ്മ, അല്ലാഹ് കാണുന്നുണ്ട് ഉമ്മ. ആരുറങ്ങിയാലും അല്ലാഹ് ഉറങ്ങില്ല, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ
അബ്ദുൽ അസീസ്. അതുകൊണ്ടാ പറയുന്നത്, നല്ല പെണ്ണിനെ വിവാഹം കഴിക്കാറ്, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാറ്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക സഹോദരാ. വകാനൂലനാ ഖാശീ. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അള്ളാഹു ഫിർദൗസ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഖുർആൻ പറയുമ്പോ, അള്ളാഹുവേ നിന്നെ ഭയന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാനെ ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുണ്ടെന്ന്. എല്ലാവരും പറയും എനിക്ക് അള്ളാനെ പേടിയാ, എനിക്ക് അള്ളാനെ പേടിയാ, എനിക്ക് അള്ളാനെ പേടിയാ. പക്ഷെ അള്ളാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യന് 5 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര അടയാളമുണ്ട്? അള്ളാനെ പേടിയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ പേടിയുണ്ടെങ്കിൽ അവൻ 5 അടയാളം കാണാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പൊ 10:30 കഴിഞ്ഞു. അടുത്ത കൊല്ലം ഇവര് 11 മണിയായി. അടുത്ത കൊല്ലം ഇവര് വിളിക്കുവാണെങ്കിൽ ആ 5 അടയാളം പഠിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് വലിയ വഅദ് പറയാനൊന്നും അറിയില്ലടോ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. എൻ്റെ ഭാര്യ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ വല്ല ജിന്നും കൂടാറുണ്ടോയെന്ന്. എൻ്റെ ഭാര്യ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസാരമല്ലേ, എൻ്റെ നാവിൽ നിന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും, ഒരുപാട് ഉസ്താദന്മാരുണ്ട്, എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂല്ലേ? പോയി, എല്ലാം പോയി. ഞാൻ പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാം ഇൻഷാ അള്ളാഹ് നോക്കാമെന്ന്. ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? നോക്കാന്നാ പറയണ്ടേ? ഞാൻ ഒന്നാമത് നാളെ ഉംറയ്ക്ക് കൂടെ പോവാ. എല്ലാവരും പൊരുത്തപ്പെടൂല്ലേ? പൊരുത്തപ്പെടുമെന്ന് പറ. അല്ല ഇൻഷാ അള്ളാഹ് അല്ലേ വേണ്ടത്. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച അറിവെന്താ? സുഖമല്ലേ? ഇന്ന് നമ്മൾ പഠിച്ച അറിവെന്താ? സുഖമല്ലേ? ഉറക്കങ്ങോട്ട് പറ. ഒരൽഹംദുലില്ലാ പഠിച്ചു, ആകാതേ ഉള്ളൂ, ജീവിതത്തിൽ ചെയ്യും. പിന്നെ പഠിച്ച എന്താ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹ് എന്ന് പറയൂലേ? അത് മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. അള്ളാഹു പറയുകയാണ്, രണ്ടാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ? അള്ളാഹു പറയുകയാണ്, റഗബൻ വറഹബാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ സ്വഭാവം എന്താ? അവരുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, എന്ത് ദുരിതം വന്നാലും, എന്ത് സങ്കടം വന്നാലും, തല പോകുന്ന കാര്യം അവരുടെ ജീവിതത്തിൽ വന്നാലും അവർ അല്ലാഹുവിനോട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. 2, അവർ അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രയാസം വന്നാലും, രോഗമാകട്ടെ, എന്തു വന്നാലും അവർ അല്ലാഹുവിൽ പ്രതീക്ഷയോടുകൂടി ദുആ ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടങ്ങനല്ലേ, ഉപ്പായ്ക്കൊരു പ്രശ്നം വന്നു, കള്ളിശാപ്പി പോയില്ല. പണ്ട് നമ്മുടെ ഉപ്പായ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർ പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്ത് പരിഹാരം കാണുമായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനല്ലേ ചെയ്യാ പണ്ടുള്ളവരങ്ങനെ. ഉമ്മായ്ക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഉമ്മ ഏതെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, മഹാന്മാർ അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി യാസീൻ ഓതിയിട്ട് ദുആ ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, ഈ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശിയുടെ 2ാമത്തെ സ്വഭാവം, അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മളും ചെയ്യൂലേ? നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാ. നമ്മുടെ ദുആയെക്കുറിച്ച് പറയാതിരുന്നാൽ മതി. നമ്മുടെ ദുആ എന്തെന്നറിയോ? നമ്മുടെ നിസ്കാരം ഫർള് നിസ്കരിച്ചിട്ട് ദുആ ചെയ്താൽ സ്വീകരിക്കൂലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? സ്വീകരിക്കുമോ ഇല്ലേ? ഉറക്കപ്പുറ സ്വീകരിക്കുമോ ഇല്ലേ? നിങ്ങളുടെ പള്ളിയിലെ ഇമാമ് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട്
ആ നിസ്കരിച്ച സ്ഥലത്തിരുന്ന് ദുആ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും ആമീനിൻ്റെ ശബ്ദം കേട്ടായിരുന്നോ? എന്നാലോചിക്കേ, നമ്മളിൽ എത്ര പേര് ആമീൻ പറയുന്നത്? ഇവിടെ ഒന്ന് കൈ പോലും ഉയർത്തിപ്പിടിക്കത്തില്ലല്ലോ. സദ്യ ഉണ്ണായിരിക്കണ പോലെ ഇരിക്കുക, ഇല ഇട്ടാൽ മതി വിളമ്പിയിരിക്കാൻ. ഇവിടെ രണ്ട് കൈയൊന്ന് അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് ഉയർത്തി വിട്ട് ഇങ്ങനൊന്ന് പിടിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. ഉസ്താദ് ദുആ ചെയ്യുക, വാപ്പായ്ക്കൊക്കെ നാവുണ്ടോ എന്ന് ആലോചിക്കുക. അതൊക്കെ ജനറൽ ബോഡി വരണം. വാപ്പ ജിന്ന് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട്. ഒന്നാമത് എന്നാ സൗണ്ടാണെന്നറിയോ? ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും, അല്ല ഞാനിത് ആർക്കാ ചെയ്യണേന്ന്. ഞാൻ ഞങ്ങളുടെ ഉസ്താദ്മാരുടെ അവസ്ഥയാ പറഞ്ഞേ. ഇവിടെ ഉസ്താദിന് തന്നെ തോന്നും, ഇത് ആർക്കാ അല്ല ഞാൻ ചെയ്യണേ. കാരണം ആർക്കും വേണ്ടടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നേരത്തെ ജോലി ചെയ്തൊരു പള്ളി, ഞാൻ സ്ഥലമൊന്നും പറയണില്ല, ഞാൻ അട്ടക്കുളങ്ങര ജോലി ചെയ്തപ്പോഴും ഉള്ള എൻ്റെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട് ഇവിടെ. ഞാൻ പണ്ടൊരു പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പഠിച്ചിറങ്ങിയ സമയത്ത് എന്നെ വന്ന് ഇവിടെ ഒരു മരിച്ച വീട്ടിൽ ദുആ ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോയി. 3 or 7 കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഉസ്താദ് യാസീൻ ഓതി ദുആ ചെയ്യണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ മണിയറയ്ക്കൊക്കെ തിരുത്തണ പോലെ റൂമിനകത്ത് കയറ്റി അങ്ങ് ഇരുത്തി ഓതിക്കോളാൻ പറഞ്ഞു. യാസീനൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് മുക്കുന്നു, കാക്ക ദുആ ചെയ്യാൻ പോകുന്ന ഉസ്താദ് ദുആ ചെയ്തോളെ. എടാ, 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ട് ഇവർ ഞങ്ങളോട് പറയാ ചെയ്തോളാൻ. ഇവരാരും വരുന്നില്ല, ഇവർ ചെമ്പിൻ്റെ സൈഡിൽ നിൽക്കുക. ഒരു യാസീൻ ഓതി എന്ത് ചെയ്യാനാ? അവർക്കാർക്കും വേണ്ട, ദുആ ചെയ്തോളാൻ. ഞാനിങ്ങനെ യാസീൻ ഓതിയിട്ട് ആലേക്ക് ഇപ്പം ഇതിപ്പോൾ ആർക്കാ കൊടുക്കുക? അവർക്കാർക്കും വേണ്ട, മക്കള് അവിടെ നിൽക്കുക. അവസാനം ഞാൻ പറഞ്ഞു, പടച്ചവനെ എൻ്റെ വാപ്പാടെ കവറിലേക്ക് കൊടുത്തേക്കണേ അല്ലാന്ന്. ഞാൻ എൻ്റെ വാപ്പാണ്, അവർക്കാർക്കും വേണ്ടടോ. ഞാനൊരു അനുഭവം പറഞ്ഞാ. ഇതുപോലെയാ പള്ളിയിലെ ഖത്തീബിന്റെ അവസ്ഥ. ഉസ്താദ് ഇങ്ങനെ ആമീൻ ദുആ ചെയ്യാനിരുന്ന ആരാ? ഇനി പോട്ടെ, ഉസ്താദ് ഇങ്ങനെ ദുആ ചെയ്തപ്പോൾ ഒരിക്കൽ ഒരു ആമീൻ കേട്ടു. അല്ലാഹുവേ, ഉണക്കുകാലത്ത് മഴ പെയ്യണ പോലെ ആരാ അല്ലാ ഇത്? നോക്കുമ്പോ ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങനെ 2 കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. ആമീൻ ആമീൻ. ഉസ്താദ് ഉഷാറായി ദുആ നീട്ടി. അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഈ ചങ്ങാതി ഇങ്ങനെ ആമീൻ ആമീൻ ആമീൻ. ഇവന്റെ ആമീൻ കേട്ടിട്ട് തൂണി ചാരിയിരിക്കണ വാപ്പായി നോക്കുന്ന ആരാ അല്ലാ ഇതെന്ന്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ ഇവന്റെ ആമീൻ കേട്ടപ്പോ ഉസ്താദ് വിചാരിച്ചു, റബ്ബേ ഇനി വല്ല കിളി പോയതാണോ അറിയത്തില്ലല്ലോ. ഓനിങ്ങനെ 2 കഷമ്പല കാണാം, 2 കയ്യും പൊക്കി പിടിച്ചിട്ട് ഇമാമിന്റെ പുറകിരിക്കുന്നുണ്ട്. അപ്പൊ ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് നോക്കി, ആരാ അല്ലാ. ഉസ്താദ് ഓനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മുകളിൽ മുതൽ താഴെ വരെ നോക്കി. അപ്പോഴാ ഉസ്താദ് കാണുന്നത് പോക്കറ്റിൻ്റെ അകത്ത് നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ, ചൊവ്വാഴ്ച ബമ്പർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറല്ല കാത്തിരക്ഷിക്കുമാറാകട്ടെ. പോക്കറ്റിൻ്റെ അകത്ത് ലോട്ടറിയും മേടിച്ച് വെച്ചിട്ടാ ഇവ ആമീൻ പറയുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ലോട്ടറി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഇല്ലേ? ഓണ ബമ്പർ എത്ര കോടിയായിരുന്നു? എല്ലാ മലക്കുകൾ, ആർക്കും അറിയത്തില്ല. ഇരിക്കണ മൊത്തം മലക്കളാണ്, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. എൻ്റെ പൊന്ന് സിറാജ്, എടുത്തിട്ട് 500 പോയതിൻ്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. അടിക്കാത്തതിൻ്റെ വിഷമം നമുക്കില്ലേ? ഇപ്പം മുസ്ലിങ്ങൾക്കാ നല്ല കാലം, അടിക്കണ മൊത്തം മുസ്ലിമിനാ. ഓനും പറഞ്ഞത് അൽഹംദുലില്ലാന്നാ. എന്നാലോചിക്ക്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 25 കോടി 50 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ ചാടി അങ്ങോട്ട് വീഴാ. ഈ ഓണത്തിന് പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ പോയി. ഞാൻ വലിയൊരു പാഠം പഠിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ പെട്രോൾ പമ്പിൽ, ദുനിയാവ് എത്ര വിശാലമാണ് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പം ഈ കമീസ് ഞാൻ പെട്രോൾ പമ്പിൽ പോയപ്പോൾ ഈ കമീസ് ആയതുകൊണ്ട് തൊപ്പിയില്ല. അപ്പോൾ ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട്, അച്ഛാ ഓണ ബമ്പറാ 4 ദിവസം കൂടെ ഉള്ളെന്ന്. അവർ വിചാരിച്ചു ഞാൻ അച്ഛനെ കണ്ടാണെന്ന്. പോട്ടെ. അവരെൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ 4 ദിവസം കൂടെ ഉള്ളൂ, 25 കോടി ഇല്ലേ, 25 അല്ലേ, 25 കോടിയാ അച്ഛാ. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട അമ്മേ, എനിക്ക് അച്ഛാ നിങ്ങളുടെ മുഖം കണ്ടാ അറിയാം നിങ്ങൾക്ക് അടിക്കുമെന്ന്. എന്നെ പ്രലോഭനം, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇതടിച്ചാൽ ഞാൻ എവിടെ കൊണ്ടിടും? അമ്മ പറയാ, ബാങ്കിൽ കൊണ്ടിട്ടാ മതി അച്ഛാ. ഇവരെന്നെ വിടുന്നില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല അച്ഛാ, പാവങ്ങൾക്ക് കൊടുക്കുക അച്ഛാ. അവസാനം ഞാൻ പറഞ്ഞു, പാവങ്ങൾക്കൊന്നും എന്നാ അച്ഛ എനിക്ക് ഒരെണ്ണം എടുത്തതാ, ഞാനെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ പറഞ്ഞു, 500 രൂപ വേണമെങ്കിൽ ഞാൻ വെറുതെ തരാം, എന്നാലും തരത്തില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഇത് എടുക്കൽ ഹറാമാ, ഞങ്ങൾക്ക് പാവ എടുക്കാൻ പാടില്ല എന്ന്. ആ അമ്മ അങ്ങ് പോയി. അപ്പം ഈ പെട്രോൾ അടിക്കാൻ നിന്ന ചേച്ചിയോട് ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് എടുത്തൂടെ എന്ന്. അള്ളാഹു ആ ചേച്ചിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ ചേച്ചി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അധ്വാനിച്ച് കിട്ടുന്നതേ വാഴത്തുള്ളെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
എടാ, ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പെട്രോൾ അടിച്ചാൽ എനിക്ക് 600 രൂപ കിട്ടും. ആ 600 രൂപ കൊണ്ട് വീട്ടിൽ പോയിട്ട് വല്ലതും വാങ്ങിച്ച് കഴിച്ചാൽ ദഹിക്കും. മറ്റേതോ അത് വെറുതെ കിട്ടുന്നതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദുആയുടെ അവസ്ഥയാ. ചെയ്യുന്നവനും ആമീൻ പറയുന്നവന്റെയും അവസ്ഥ ഇതാണ്. എന്നാൽ അല്ലാഹു പറയുന്നു, വയദുഊനനാ റഗബൻ വറഹബാ. എങ്ങനെ ദുആ ചെയ്യുന്നവരെന്നറിയോ? എങ്ങനെ ദുആ ചെയ്യുന്നവരെന്നറിയോ? അല്ലാഹു 2 ഉദാഹരണം പറയുകയാണ്. 2 ദുആ അല്ലാഹു തന്നെ പറയുകയാ. ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയോ? ഷോയല്ല വാപ്പാ, കടന്നു കാണിക്കുന്ന പ്രഹസനമല്ല, നാടകമല്ല. ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? സഹോദരാ, നിങ്ങൾ കടല് കാണുന്നവരല്ലേ? നിങ്ങൾ കടല് കാണുന്നവരാണ് അധികം പേരും. പടച്ചവനെ, തിരമാല വരുമ്പോ നമുക്ക് പേടിയാടോ. ആ തിരമാലയ്ക്കകത്ത് പെട്ടുപോയാ നമ്മുടെ ജീവൻ തന്നെ പോകാൻ കാരണമാണ്. അതുകൊണ്ട് തിരമാല പോലും നമുക്ക് വല്ലാത്ത പേടിയാ. എന്നാ കടലിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? തിരമാല ഇങ്ങനെ അടിച്ചു വരുമ്പോ തന്നെ മക്കളെ വിടത്തില്ല, പേടി. കാരണം എന്തേ? അതിനകത്ത് പെട്ടുപോയാ മരിച്ചു പോകും. എന്നാ കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകണം. കടലിന്റെ ഉൾഭാഗത്തേക്ക് പോകണം. എന്റെ പ്രിയപ്പെട്ടവര്, ഞാൻ പോയിട്ടുണ്ട് കടലിൽ മീൻ പിടിക്കാൻ. ഞാൻ 2 ദിവസം മുമ്പ് കടലിൽ പോയി. ഞാൻ കടലിൽ പോകുമ്പോൾ, ഉള്ളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് വലിയ ഓളത്തിൽ ചാടി ബോട്ടിനകത്ത് കയറി പോകാമെന്നൊക്കെ പറഞ്ഞ് ധൈര്യത്തിൽ പോയി. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ ആകാശം 4 ഭാഗത്തും വെള്ളം, കയ്യും കാലും വിറക്കാൻ തുടങ്ങി. കരയിൽ എങ്ങനെയാ പോണേന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനപ്പോൾ ബോട്ട് ഓടിക്കണ ചങ്ങാതിയോട് ചോദിച്ചു, ഇവിടെ എത്ര ആഴുണ്ടെന്ന്. സാർ, നമ്മുടെ നാട്ടിലെ തെങ്ങുണ്ടല്ലോ, ഇതിൻ്റെ നീളത്തിലുള്ള ആഴുണ്ട്. അവിടെ ഒരു മനുഷ്യൻ വീണ രക്ഷപ്പെടുവോ? എത്ര നീന്തലറിയണ ചങ്ങാതിയാണെങ്കിലും കടലിന്റെ ഉൾഭാഗത്ത് വീണാൽ അവൻ രക്ഷപ്പെടാൻ 1% പോലും സാധ്യതയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിയ മീനാ. ഞാൻ ലക്ഷദ്വീപിൽ വഴുതിന് പോയപ്പോൾ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ പോയപ്പോൾ ഈ കാണുന്ന ഈ പന്തലിന്റെ അത്രയും വലുപ്പമുള്ള ഒരു മുള്ളിരിപ്പുണ്ട്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ചെറിയ തിമിംഗലത്തിൻ്റെ ആണ്. അപ്പോൾ വലുതിൻ്റെ നീക്കി. ഇവിടെ കടലിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗലം. അത് ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കടലിനടിയിലാണ് ജീവിക്കണേ. ഈ തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തൊരു മനുഷ്യൻ പോയാൽ രക്ഷപ്പെടുവോ? നമ്മുടെ ബുദ്ധി കൊണ്ട് പറ, 1% ഉണ്ടോ? 1% കടലിന്റെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന തിമിംഗലം ഒരു മനുഷ്യനെ വിഴുങ്ങിയ അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. എന്നാൽ അല്ലാഹു പറയുകയാ, എന്നാൽ അങ്ങനെ നടുകടലിൽ ഒരു മീനിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അകപ്പെട്ടു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ആ യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ നടുകടലിലേക്ക് വലിച്ചെറിയുകയാണ്. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്നിട്ട് സുലൈമാൻ നബി അതാ യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിഴുങ്ങുകയാ. അങ്ങനെ അവസാനം തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് ആ യൂനുസ് നബി വിളിക്കുന്നു, വനാദാ ഫില്ലുലുമാ അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. കടലിന്റെ അടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിക്കുകയാണ്, അല്ലാഹുവേ, ചാൻസ് ഇല്ല തമ്പുരാന്, രക്ഷപ്പെടാനൊരു വഴിയില്ല തമ്പുരാന്. കടലിന്റെ ഉള്ളിലാണ്, മീനിന്റെ വയറിനകത്താണ്. എന്നിട്ടും യൂനുസ് വിളിക്കുന്നു, വനാദാ ഫില്ലുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ആ
ആർക്ക് കഴിയില്ലെങ്കിലും നിനക്ക് കഴിയും തമ്പുരാന്. എന്നെ രക്ഷപ്പെടുത്താൻ നിനക്ക് കഴിയും തമ്പുരാന്. യൂനുസിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ല തന്നെ പറയുന്നുണ്ട്, ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസെങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ കിടക്കുമായിരുന്നു. സഹോദര, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ യൂനുസ് നബി അലൈഹിസ്സലാമിന് ആ മീൻ തന്നെ ജീവനോടെ കരയിലേക്ക് കൊണ്ടുവച്ച് കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ ഇതിനാ ദുആ എന്ന് പറയുന്നത്. ഈ ദുആയിനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, വയദുഊനനാ റഗബൻ വറഹബാ. കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറ്റിൽ കിടക്കുമ്പോഴും യൂനുസിനറിയാം എന്റെ റബ്ബെന്നെ സഹായിക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇങ്ങനെ ദുആ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എടാ, ഇങ്ങനെ അള്ളാഹുവിനോട് എന്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ ദുആ ചെയ്യുന്നില്ല. നമുക്ക് ദുആഇന്റെ മഹത്വം അറിയില്ല. ദുആ എന്ന് പറഞ്ഞ എന്താ? ഈ ഉമ്മത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം എന്തെന്നറിയോ? നിരാശ. നിരാശ. പടച്ചോൻ എന്റെ കടം മാറുന്നില്ല, ഏത് കച്ചവടം ചെയ്താലും പോകുന്നു, സമാധാനമില്ല, സന്തോഷമില്ല, മക്കളില്ല. 40 45 ഇല്ല, കഴിഞ്ഞു എല്ലാം. 40 45 മക്കളില്ല, ഇനി ഉണ്ടാകില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. ഭാര്യ പറയുന്നു എന്റെ കുഴപ്പമല്ല ഓന്റെ കുഴപ്പം, ഓൻ പറയുന്നു ഓളുടെ കുഴപ്പം, അല്ലേ? ഭാര്യ പറയുന്നു എന്നെ കുഴപ്പമൊന്നുമില്ല, ഇക്കാടെ കുഴപ്പം. ഭർത്താവിന് ഇക്കാന്നല്ലേ വിളിക്കുക? ഇവിടെ എന്താ വിളിക്കുക? ഭാര്യ ഭർത്താവിന് എന്താ വിളിക്കുക? ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ? എന്താ വിളിക്കുക? ഇക്കാന്നോ? ആ, ഞാനൊരു വീട്ടിൽ പോയപ്പോ ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, എടാ ഇങ്ങെടുക്കടാന്ന്. എടാ വാടാ പോടാന്നാ വിളിക്കണേ, അല്ലേ? ഈ പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കും, ഇല്ലേ? നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? പെണ്ണ് ഭാര്യ ഭർത്താവിനെ പേരാ വിളിക്കണത്. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണ് വാപ്പാനെ എങ്ങനെ വിളിക്കണേന്ന് ചോദിക്കണം ഭാര്യയുടെ. കേട്ടാ, എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ എന്നെ കാണുമ്പോ വാപ്പാന്ന് വിളിക്കണോ സിറാജ് വാപ്പാന്ന് വിളിക്കണോ? എങ്ങനെ വിളിക്കണ്ടേ? വാപ്പാന്നല്ലേ? ഇവിടെ ഉസ്താദിനെ കാണുമ്പോ ഉസ്താദിന്റെ പേരെന്തോ, അത്തീമിന്റെ പേരെന്താ? സിദ്ദീഖ. ആ, ഷിബിലി ഉസ്താദെ എന്ന് വിളിക്കണോ അതോ ഉസ്താദ് എന്ന് വിളിക്കണോ? ഇവിടെ ഓരോരുത്തർക്ക് അള്ള കൊടുത്ത ഒരു സ്ഥാനമുണ്ട്. വാപ്പ, ഉമ്മ, ഗുരുനാഥൻ, വയസ്സിന് മൂത്തവര്, ഭർത്താവ്. ഒരു ബഹുമാനം വേണം. വിളിക്കേണ്ടത് അവർ പേരല്ലല്ലോ. പണ്ടൊക്കെ ഉള്ളവര് പേര് വിളിക്കോ? ഏയ് ഇങ്ങനെ വിളിക്കുക ഭർത്താവിനെ, ഏയ് കുട്ടികളുടെ വാപ്പ, അങ്ങനെയൊക്കെ. ഇപ്പോഴോ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് കണ്ടാ മക്കൾ ഗെയ്സ് എന്നാ വിളിക്കണ വാപ്പാനെ. മക്കള് വിളിക്കുന്നത് ഗെയ്സ് എന്നാ. അള്ളാഹു, എടാ ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി. എനിക്ക് ഈ ഓംപ്ലേറ്റ് ഒക്കെ തിന്നണ സ്വഭാവമുണ്ട്. അപ്പൊ തട്ടുകടയിൽ കയറിയപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ബ്രോഷറും വേണമെന്ന് ചോദിക്കാന്ന്. ഇങ്ങനെ പോയ ഈ ചങ്ങായിമാര് കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ എന്ത് വിളിക്കൂടെ ഒന്ന് ആലോചിക്കേ. അല്ലാഹു അലം. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഭാര്യ പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ മച്ചാൻ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയട്ടെ, മച്ചായിക്കാ കുഴപ്പമൊന്നും. അവൻ പറയുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വോളിലെ കുഴപ്പം. ആരാ പറഞ്ഞ കുഴപ്പമൊന്നും? അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പം നോക്കാം. പ്രതീക്ഷയില്ലടോ, നിരാശ. എന്ന ഈ മക്കളില്ലാത്ത പെണ്ണിനോട് ഞാൻ ചോദിക്കട്ടെ, നീ ഇന്ന് വരെ അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു പറയുക, എന്നോട് നിങ്ങൾ ദുആ ചെയ്. അള്ളാഹു പറയുക, നിങ്ങൾ എന്നോട് ദുആ ചെയ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അള്ളാഹ് പറഞ്ഞതല്ലേ, നീ ദുആ ചെയ്യാറുണ്ടോ? എന്താ ദുആ? എന്താ? ഈ മക്കളില്ലാത്ത സഹോദരനോട് സഹോദരിയോട്, എടാ എന്ത് ചെയ്തിട്ടും നേരെയാകുന്നില്ല എന്ന് സങ്കടം പറയണ ചങ്ങാതി, നിനക്ക് ദുആ എന്ന് പറഞ്ഞ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകന്റെ ദുആ പറയുക, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരിക്കുന്നുണ്ട്. ഈസാ നബിയുടെ ഉമ്മയാ മറിയം ബീബിയുടെ ഉമ്മ ഹന്നത്ത് തന്റെ ഗർഭിണിയായപ്പോ ഉമ്മ വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അപ്പൊ അള്ളഹാനോട് പറഞ്ഞു, പടച്ചോനെ പള്ളിക്ക് കൊടുത്തേക്ക് അള്ളാന്ന്. പക്ഷെ പ്രസവിച്ചപ്പോ പെങ്കൊച്ചായി പോയി. എന്നിട്ടും പറഞ്ഞ വാക്ക് പള്ളിക്ക് തന്നെ കൊടുത്തു. സക്കരിയ നബിയാണ് മറിയമിനെ വളർത്തുന്നേ.
അങ്ങനെ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ മറിയം പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. സക്കരിയ നബി ചോദിച്ചു, മറിയമേ, ഇതെവിടെ നിന്ന് കിട്ടി നിനക്ക്? ഈ പഴം നിനക്ക് എവിടെ നിന്ന് കിട്ടി? മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പറയുകയാ, ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ്. ഈ സക്കരിയ നബി ചിന്തിക്കുകയാ, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴവാ ഈ മറിയം ഇരുന്ന് കഴിക്കണേ. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴം മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് കഴിക്കുന്നു. എന്റെ റബ്ബ് തന്നതാണെന്ന്. സക്കരിയ നബിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി, മക്കളില്ല. സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രായമായി. قال رب إني وهن العظم مني واستعل الرأس شيبا ولن أقم بدعائك رب شقيا. സക്കരിയ നബി അലൈഹിസ്സലാം സഹോദര 100-120 വയസ്സോളം പ്രായമുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. വൃദ്ധനായി, കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി. സക്കരിയ നബിക്ക് മക്കളില്ല, സക്കരിയ നബിക്ക് പ്രായമായി. സക്കരിയ നബി തന്നെ പറയുകയാ, അല്ലാഹുവേ, എനിക്ക് പ്രായമായി റബ്ബേ, എന്റെ എല്ലിൽ നിന്നും മാംസം വിട്ടുകഴിഞ്ഞു പടച്ചവന്. ഒരുപാട് രോഗമുണ്ട്, ഒരുപാട് പ്രയാസമുണ്ട്. ഞാൻ പ്രായം ചെന്ന ആളാണ്, എനിക്ക് മക്കളില്ല തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്. അല്ലാഹുവേ, എന്റെ ഭാര്യ വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാ. തന്റെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞടോ. 90 വയസ്സുള്ള ഉമ്മയാണ് ഭാര്യ. അല്ലാഹുവേ, സക്കരിയ നബി പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് പ്രായമായി. പടച്ചവനെ, പെങ്ങള് 45-50 വയസ്സ് കഴിഞ്ഞ മെൻസസ് പോലും നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച ഒരു പെണ്ണിനെങ്ങനെ മക്കളുണ്ടാകാനാണ് എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ കണക്കെടുത്ത് നോക്ക്. പടച്ചവനെ, 90 കഴിഞ്ഞ ഉമ്മയാണ് സക്കരിയ നബിയുടെ ഭാര്യ. അല്ലാഹുവേ, ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാ അല്ലാ. ഒരുപാട് തടസ്സങ്ങളുണ്ട് റബ്ബേ. എന്നാ നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു സന്താനത്തെ തരാ നിനക്ക് കഴിയും പടച്ചവന്. അതുകൊണ്ട് അല്ലാ, എനിക്കൊരാൺകുട്ടിയെ വേണമല്ലാ. ചെറുപ്പക്കാരാ, മക്കളില്ലാത്ത പെങ്ങള് മക്കളെ തരണമെന്നല്ല പറയുന്നത്. 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകൻ അല്ലാഹുവോട് പറയുകയാ, എനിക്കൊരാൺകുട്ടിയെ വേണം പടച്ചവന്, എനിക്കൊരാൺകുഞ്ഞിനെ വേണം തമ്പുരാന്. എന്തു പ്രതീക്ഷയാടോ ഇതിനാ ദുആ എന്ന് പറയുന്നത്. അല്ലാഹുവോട് പറയുന്നു, എനിക്ക് 18ാമത്തെ വയസ്സിലല്ല, 20 അല്ല, 25 അല്ല, 30 അല്ല, 35 അല്ല, 40 അല്ല, 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകന് 90 വയസ്സ് കഴിഞ്ഞ ഭാര്യ റബ്ബിനോട് പറയുന്ന ഒരു ആൺകുഞ്ഞിനെ വേണമല്ലാ. റബ്ബ് കൊടുത്തടോ. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം, യഹ്യാ എന്ന് പറയുന്ന മകനെ ആ പ്രവാചകം ദുആ ചെയ്തിട്ട് വാങ്ങിയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ പറയണേ എന്താ, 35 കഴിഞ്ഞു, 40 കഴിഞ്ഞു, ഇനി പ്രസവിക്കൂല. ആര് പറഞ്ഞു? ആരാ പറഞ്ഞേ? അള്ളാഹുവിനോട് പറയേണ്ട രീതിക്ക് പറഞ്ഞ അല്ല പറഞ്ഞതാ, നീ എന്തു ചോദിച്ചാലും ഞാൻ തരാന്ന്. അള്ളാന്റെ വാഗ്ദാനവാ, നീ എന്തു ചോദിച്ചാലും ഞാൻ തരും. അപ്പൊ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങ്, നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കണ്ട അവിടെ പോ, അവിടെ ഡോക്ടറുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്. ഓടി നടക്ക. വയനാട് ഒരു വൈദ്യനുണ്ട്, അങ്ങോട്ട് പോയി. നീ കണ്ട മരുന്ന് മുഴുവനും തിന്നു എന്ന